അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1330. സൂറത്ത് യൂനുസ് 18 മുതൽ 20 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ويعبدون من دون الله ما لا يضرهم ولا ينفعهم ويقولون هؤلاء شفعاؤنا عند الله قل لتنبئون الله بما لا يعلم في السماوات ولا في الأرض سبحانه وتعالى عما يشركون. وما كان الناس إلا أمة واحدة فاختلفوا ولولا كلمة سبقت من ربك لقضي بينهم فيما فيه يختلفون. ويقولون لولا أنزل عليه آية من ربه فقل إنما الغيب لله فانتظروا إني معكم من المنتظرين. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. ويعبدون من دون الله. അള്ളാഹുവിനെ വിട്ടുകൊണ്ടവർ ആരാധിക്കുന്നു മാ ലാ യളുറുഹും, അവർക്കൊരു ഉപദ്രവവും ചെയ്യാത്തവയെ, വലാ യൻഫഉഹും, അവർക്കൊരു ഉപകാരവും ചെയ്യാത്തവയെ ആരാധിക്കുന്നു. വയഖൂലൂന, അവർ പറയുകയും ചെയ്യുന്നു, ഹൗലായി, ഈ ദൈവങ്ങൾ, ശുഫആഉന ഇൻദല്ലാഹ്, അള്ളാഹുവിങ്കൽ ഞങ്ങൾക്ക് ശുപാർശക്കാരാണ് എന്ന് പറയുകയും ചെയ്യുന്നു. ഖുൽ, നബിയെ അങ്ങ് പറയൂ, അല്ലെങ്കിൽ ചോദിക്കൂ, അതുനബ്ബിഊനല്ലാഹ, അള്ളാഹുവിനെ നിങ്ങൾ അറിയിച്ചു കൊടുക്കുകയാണോ ജനങ്ങളെ, ബിമാ ലാ യഅലമു ഫിസ് സമാവാതി വലാ ഫിൽ അർദ്, ആകാശങ്ങളിലും ഭൂമിയിലും അള്ളാഹുവിന് അറിയാത്തൊരു സംഗതി, അള്ളാഹുവിന് ഇങ്ങനെ ശുപാർശക്കാരുണ്ട് അല്ലെങ്കിൽ പങ്കാളികളുണ്ട് എന്ന് പടച്ചോനറിയാത്തൊരു സംഗതി നിങ്ങൾ അവന് പഠിപ്പിച്ചു കൊടുക്കുകയാണോ? സുബ്ഹാനഹു, അവന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. വതആല അമ്മാ യുശ്രികൂൻ, അള്ളാഹുവിനോട് അവർ പങ്കുചേർക്കുന്ന ദൈവങ്ങളെ തൊട്ട് അള്ളാഹു തആല എത്രയോ ഉന്നതനാകുന്നു. അതായത് അങ്ങനത്തെ ഒരു ദൈവങ്ങളുമായിട്ട് പടച്ചവന് യാതൊരു ബന്ധവുമില്ല. വമാ കാനന്നാസു ഇല്ലാ ഉമ്മത്തൻ വാഹിദ, ജനങ്ങളൊരൊറ്റ സമുദായമായിരുന്നു. ഫഖ്തലഫു, പിന്നീട് അവർ ഭിന്നിച്ചു, വ്യത്യസ്ത വിഭാഗങ്ങളായി മാറി. വലൗലാ കലിമത്തുൻ സബഖത് മിർ റബ്ബിക്, തങ്ങളുടെ നാഥനിൽ നിന്നൊരു വാക്യം മുൻകടന്നില്ലായിരുന്നുവെങ്കിൽ ലഖുലിയ ബൈനഹും, അവർക്കിടയിൽ വിധിക്കപ്പെടുമായിരുന്നു. ഫീമാ ഫീഹി യഖ്തലിഫൂൻ, അവർ തർക്കത്തിലാകുന്ന വിഷയത്തിൽ ഇപ്പോൾ തന്നെ തീരുമാനമുണ്ടാക്കുമായിരുന്നു അള്ളാഹു. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടുന്ന് അവരുടെ തെറ്റിന് പൂർണ്ണാർത്ഥത്തിലുള്ള ശിക്ഷ കൊടുക്കില്ല, അന്ത്യനാളിലായിരിക്കും അത് കൊടുക്കുക എന്ന് പടച്ചോ നേരത്തെ തീരുമാനിച്ചു. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഈ ധിക്കാരം പറയുന്ന ആളുകൾക്ക് ഇപ്പോൾ തന്നെ അവർക്ക് കൃത്യമായിട്ടുള്ള പണി കിട്ടിയേനെ എന്നർത്ഥം. വയഖൂലൂന, അവർ പറയുകയും ചെയ്യും, ലൗലാ ഉൻസില അലൈഹി ആയത്തും മിർ റബ്ബി, എന്തുകൊണ്ടാണ് മുഹമ്മദ് നബിയുടെ പേരിൽ അള്ളാഹുവിന്റെ തന്റെ നാഥനിൽ നിന്നൊരു ദൃഷ്ടാന്തം അവതരിപ്പിക്കപ്പെടാത്തത് എന്ന്. ഫഖുൽ, തങ്ങൾ പറയുക, ഇന്നമൽ ഗൈബു ലില്ലാഹ്, അദൃശ്യം നിശ്ചയമായും അള്ളാഹുവിനുള്ളതാകുന്നു. എപ്പോഴാണ് എന്താണ് അവതരിപ്പിക്കേണ്ടത് എന്നതൊക്കെ തീരുമാനിക്കുന്നത് അള്ളാഹുവാണ്. ഫന്തളിറു, നിങ്ങൾ കാത്തിരിക്കൂ. ഇന്നി മഅക്കും മിനൽ മുൻതളിരീൻ, ഞാനും നിങ്ങളോടൊപ്പം കാത്തിരിക്കുന്നവരിൽ പെട്ടവൻ തന്നെയാണ്. അതായത് അല്ലാഹു തആല എപ്പോഴാണ് തെളിവുകൾ നൽകേണ്ടത്, ഏതളവിലാണ് തെളിവുകൾ നൽകേണ്ടത്, അത് നൽകുന്നതിനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടാകുന്ന ഗുണഫലം എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന അതിന്റെ പേരിൽ വരുന്ന ദോഷങ്ങൾ എന്താണ്, ഇതെല്ലാം അറിയുന്നവൻ അല്ലാഹുവാണ്. അവൻ ഓരോന്നിനും നിശ്ചയിച്ചിട്ടുള്ള സമയത്ത് കാര്യങ്ങളെല്ലാം നടക്കും എന്ന് ബഹുമാനപ്പെട്ട നബിതങ്ങളോട് അല്ലാഹു തആല പറയാൻ വേണ്ടി നിർദ്ദേശിച്ചു. ഇവിടെ ഇപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കഴിഞ്ഞ സൂക്തങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആവശ്യപ്പെട്ടല്ലോ, ഈ ഖുർആൻ അല്ലാത്തൊരു ഖുർആൻ കൊണ്ടുവരിക, അല്ലെങ്കിൽ ഇതിൽ ചിലത് മാറ്റുക. കാരണം ഈ ഖുർആനിൽ ഞങ്ങളുടെ ബിംബങ്ങളെ നിരാകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ
ഇത് നിങ്ങൾ മാറ്റം വരുത്തണം എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, എന്ത്, അങ്ങനെ മാറ്റം വരുത്തുന്ന പരിപാടി എന്റെ വകയായിട്ട് ഞാൻ പറയണതല്ലല്ലോ, അല്ലാഹു തആല നൽകുന്നതല്ലേ എന്ന് നേരത്തെ പറഞ്ഞു. എന്നാൽ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നുകൂടി വിശദീകരിക്കുകയാണ്. അവരുടെ ഈ ബിംബാരാധന അതെത്രമാത്രം മോശമായൊരു നിലപാടാണ്, അങ്ങേയറ്റം പ്രതിഷേധാർഹവും പരിഹാസ്യവുമായിട്ടുള്ള നിലപാടാണ് അവർക്ക് ബിംബാരാധനയുമായി ബന്ധപ്പെട്ടുള്ളത് എന്ന് അല്ലാഹു തആല ഒരിക്കൽ കൂടി സ്ഥിരീകരിക്കുകയാണ് ഇവിടെ എന്ന് മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു കൊടുത്ത തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത് കാണാം. അപ്പൊ നോക്കൂ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കൃത്യമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ബിംബാരാധനയെ നെഞ്ചേറ്റുകയും അതിനുവേണ്ടി എല്ലാ അർത്ഥത്തിലുള്ള സംസാരങ്ങൾ നടത്തുകയും ചെയ്യുന്ന, അതിനുവേണ്ടി വാദിക്കുന്ന ആളുകൾ, ആ ആളുകൾ ചെയ്യുന്ന സംഗതി വാസ്തവത്തിൽ എത്രമാത്രം ബുദ്ധിശൂന്യമായിട്ടുള്ള നിലപാടാണ്. അത് അല്ലാഹു തആല സ്ഥിരീകരിക്കുകയാണ്. വയഅ്ബുദൂന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിനെ വിട്ടുകൊണ്ട് അവർ ആരാധിക്കുന്നു മാ, ഒരു സാധനത്തെ അല്ലെങ്കിൽ കുറെ സാധനങ്ങളെ, ലാ യദുർറുഹും, അവകളെ ആരാധിക്കാതെ വിട്ടുകളഞ്ഞാൽ ആ സാധനങ്ങൾ അവർക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കൂല. ഈ ദൈവങ്ങളെ ആരാധിക്കാത്തതിന്റെ പേരിൽ എന്തെങ്കിലും ഇവർക്ക് വിഷമങ്ങൾ ഉണ്ടാക്കാൻ ആർക്ക് സാധിക്കില്ല, ആ ദൈവങ്ങൾക്ക് സാധിക്കില്ല. വലാ യൻഫഉഹും, ഈ ദൈവങ്ങളാണെന്ന് ഇവർ പറയുന്ന വസ്തുക്കളെ അവർ ആരാധിച്ചാൽ അവർക്കൊരു ഉപകാരം ചെയ്യാനും ആർക്ക് സാധ്യമല്ല, ഈ ദൈവങ്ങൾക്ക് സാധ്യമല്ല. എന്നിട്ടും അവർ അല്ലാഹുവിന് പുറമെ ഈ ദൈവങ്ങളെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത് കാണാം. യുൻകിറു തആല അലൽ മുശ്രിക്കീന അല്ലദീന അബദൂ മഅല്ലാഹി ഗൈറഹ, അല്ലാഹുവിനോടൊപ്പം മറ്റു ദൈവങ്ങളെ ആരാധിച്ച മുശ്രിക്കുകൾ, ബഹുദൈവ വിശ്വാസികൾ, അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിരാകരിക്കുകയാണ്. അവരാ ചെയ്യുന്ന പണി വളരെ മോശമാണ് എന്ന് അല്ലാഹു തആല പറയുകയാണ്. അങ്ങനെ അവരെ ആരാധിക്കാനുള്ള കാരണം എന്താ? കാരണം വയഖൂലൂന ഹൗലാഇ ശുഫാഉന ഇൻദല്ലാഹ്, ഈ ദൈവങ്ങൾ അല്ലാഹുവിങ്കൽ ഞങ്ങൾക്ക് ശുപാർശക്കാരാണ്. അവ പടച്ചോനെടുത്തുനിന്ന് ഞങ്ങൾക്ക് ആവശ്യമുള്ള സംഗതികൾ നിർബന്ധപൂർവം പിടിച്ചു വാങ്ങിത്തരാൻ ഞങ്ങൾക്ക് ഈ ദൈവങ്ങൾ വേണം എന്നായിരുന്നു അവർ വിശ്വസിച്ചത്. അതുകൊണ്ടാണ് ഇബ്നു കസീർ പറയുന്നത്, ലാന്നീന അന്ന തിൽക്കൽ ആലിഹത തൻഫഉഹും ശഫാഅതുഹാ ഇൻദല്ലാഹ്, ഈ ദൈവങ്ങൾ പടച്ചോന്റെ അടുത്ത് ശുപാർശ ചെയ്താൽ ആ ശുപാർശ ഫലം ചെയ്യും, ആ ശുപാർശ അല്ലാഹു തആല സ്വീകരിക്കാൻ നിർബന്ധിതനാണ്. കാരണം ഈ ഞങ്ങളുടെ ഈ ദൈവങ്ങൾ ശുപാർശ ചെയ്തിട്ട് അല്ലാഹു തആല അത് സ്വീകരിക്കില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ആവശ്യമുള്ളത് പിടിച്ചു വാങ്ങിക്കൊണ്ടുവരാൻ ആർക്ക് സാധിക്കും? ഈ ദൈവങ്ങൾക്ക് സാധിക്കും. ഇതായിരുന്നു അവരുടെ വാദം. എന്നാൽ അല്ലാഹു അവരോട് പറഞ്ഞ മറുപടി എന്താ? അഖ്ബറ തആല, അല്ലാഹു അവരെ അറിയിച്ചു, അന്നഹാ ലാ തൻഫഉ വലാ തളുറു വലാ തംലികു ശൈആ, ഈ ബിംബങ്ങൾ ഒരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉടമപ്പെടുത്തുകയോ ചെയ്യുന്നില്ല, ഒരധികാരവും അവർക്കില്ല. വലാ യഖഉ ശൈഉം മിമ്മാ യസ്ഉമൂന ഫീഹാ, ആ ബിംബങ്ങളെ സംബന്ധിച്ച് ഇവർ ചാർത്തിക്കൊടുക്കുന്ന ഒരധികാരവും അതേപോലെ തന്നെ ഒരു അത്ഭുതവും സംഭവിക്കാനും പോകുന്നില്ല. വലാ യകൂനു ഹാദാ അബദ, ഇപ്പോഴില്ലെന്ന് മാത്രമല്ല ഒരിക്കലും ഈ ബിംബങ്ങൾക്ക് ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു നന്മ ചെയ്യാൻ സാധിക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി വിശദീകരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ നോക്കൂ, അല്ലാഹു അല്ലാത്ത ദൈവങ്ങളെ ഇവർ ആരാധിച്ചു. ദൈവങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് പല വസ്തുക്കളെയും ഇവർ ആരാധിച്ചു. ആ ആരാധന അല്ലാഹു അല്ലാത്തവർക്ക് നൽകി എന്നതാണ് അവർ പ്രഥമമായി ചെയ്തിട്ടുള്ള മഹാപാതകം. എന്നിട്ട് ആ ആരാധിക്കാൻ അവർ പറഞ്ഞ ന്യായവും കാരണവുമാണ് എന്ത്? ഈ ദൈവങ്ങളെ ഞങ്ങൾ ആരാധിച്ചാൽ ഞങ്ങൾക്ക് വേണ്ടതൊക്കെ പടച്ചവനിൽ നിന്നും നിർബന്ധമായിട്ടും വാങ്ങിക്കൊണ്ടുവന്ന് തരാൻ ഈ ദൈവങ്ങൾക്ക് സാധിക്കും. പടച്ചവന്റെ അടുത്ത് ഈ കാര്യങ്ങൾ അവർ ശുപാർശ ചെയ്യുമെന്ന് പറഞ്ഞാൽ അല്ലാഹു തആലാന്റെ അടുത്ത് നിന്ന് നിർബന്ധപൂർവ്വം വാങ്ങിത്തരും. ശുപാർശ ചെയ്യാൻ അല്ലാഹു അനുവദിക്കേണ്ടതൊന്നുമില്ല, അതിനു മാത്രം ഇവർക്ക് പവറുണ്ട് എന്നായിരുന്നു അവർ വിശ്വസിച്ചത്. ഇവിടെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ നാടുകളിലൊക്കെ ചില സഹോദരങ്ങൾ അള്ളാഹുവിന്റെ അമ്പിയാക്കളെയോ ഔലിയാക്കളെയോ ഒക്കെ തവസ്സുലാക്കുന്ന അല്ലെങ്കിൽ അവരോട് ഇസ്തിഗാസ നടത്തുന്ന മുസ്ലിമീങ്ങൾക്ക് നേരെ ഈ ബഹുദൈവാരാധകന്മാരായിട്ടുള്ള ആളുകളുടെ ഈ നിലപാടുമായി ബന്ധപ്പെട്ട ഈ സൂക്തങ്ങളെ മുസ്ലിമീങ്ങൾക്ക് നേരെ തിരിച്ചുവിടുകയും മക്കത്തെ മുശ്രിക്കുകൾ ചെയ്തത് തന്നെയാണ് നിങ്ങളും ചെയ്യുന്നത് എന്ന ദുരാരോപണം ഉന്നയിക്കുകയും ചെയ്യാറുണ്ട്.
അതിന്റെ ബുദ്ധിശൂന്യതയും അതേപോലെ തന്നെ അതിന്റെ ആശയപാപ്പരത്വവും നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഒന്നാമത്തെ കാര്യം, മക്കത്തെ മുശ്രിക്ക് അല്ലാഹു അല്ലാത്ത ദൈവങ്ങളുണ്ടെന്ന് വിശ്വസിക്കുകയായിരുന്നു. എന്നിട്ട് ആ ദൈവങ്ങൾക്ക് ആരാധന ചെയ്യുകയായിരുന്നു. അവർക്ക് വാസ്തവത്തിൽ താൽപര്യം അല്ലാഹുവിനേക്കാളും ആ ദൈവങ്ങളോടായിരുന്നു. അത് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ ദൈവങ്ങൾക്ക് അവർ ചില സംഗതികൾ എന്ത് ചെയ്യും, നേർച്ച നേരും. അവര് പറയുന്ന അല്ലാഹു എന്ന് പറയുന്ന ഈ ദൈവിക സഭയുടെ സൂപ്പർ ഗോഡിനും അവരെന്തെങ്കിലുമൊക്കെ നേർച്ച ചെയ്യും. എന്നിട്ട് ആ ദൈവങ്ങൾക്കുള്ള നേർച്ച വസ്തുക്കളിൽ നിന്ന് എന്തെങ്കിലും അല്ലാഹുവിന്റെ വിഹിതത്തിലേക്ക് ഉരുണ്ടുപോയാൽ, ഈത്തപ്പഴോ മറ്റൊക്കെ ഉരുണ്ടുപോയാൽ അതവർ തിരിച്ച് ഇവരുടെ ദൈവങ്ങളുടെ വിഹിതത്തിലേക്ക് തന്നെ ഇടും. അതേസമയത്ത് ദൈവങ്ങളുടെ ഓഹരിയിലേക്ക് അല്ലാഹുവിനുള്ളത് വല്ലതും വന്നാലോ അതവിടെ കിടന്നോട്ടെ എന്നും വെക്കും. എന്ന് പറഞ്ഞാൽ അവർക്ക് അല്ലാഹുവിനേക്കാളും അവർ ബഹുമാനിച്ചതും ആദരിച്ചതും ഒക്കെ ആരെയാണ്? അവർ പറയുന്ന ഈ കീഴ്ദൈവങ്ങളെയാണ്. ഈ പറഞ്ഞ കീഴ്ദൈവങ്ങൾക്ക് അവർ കൊടുത്തിരിക്കുന്ന രണ്ട് അബദ്ധം. ഒന്ന്, ആ കീഴ്ദൈവങ്ങൾക്ക് ഞങ്ങൾ ആരാധന ചെയ്യുകയാണ്, അഥവാ അവകൾ ആരാധിക്കപ്പെടാൻ അർഹതയുള്ള ദൈവങ്ങളാണ് എന്ന വിശ്വാസമാണ് അവർ നടത്തിയത്. ഇത് 1.25 ലക്ഷത്തോളം നബിമാർ ഈ ലോകത്ത് വന്ന് പഠിപ്പിച്ചിട്ടുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന ആശയത്തിന് നേരെ ഘടകവിരുദ്ധമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ മാത്രമേ ആരാധ്യനുള്ളൂ എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് എല്ലാ നബിമാർ മുഖേനയും. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. ആരാധിക്കപ്പെടാൻ അർഹൻ അല്ലാഹു മാത്രം എന്ന വസ്തുത തിരിച്ചറിയണം. എന്നാൽ അല്ലാഹു അല്ലാത്ത ദൈവങ്ങളുണ്ട് എന്ന് പറയുന്നത് മഹാ അപരാധവും അതേപോലെ തന്നെ അക്രമവുമാണ്. ഒന്നാമതായിട്ട് അവർ ചെയ്ത കുഴപ്പം അവിടെയാണ്. എന്നാൽ ലോകത്ത് അള്ളാഹുവിന്റെ ഔലിയാക്കളോടോ അമ്പിയാക്കളോടോ ഇസ്തിഗാസ നടത്തുന്ന ഒരൊറ്റ മുസ്ലിമും അള്ളാഹു അല്ലാത്ത ഒരു ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരോ അല്ലെങ്കിൽ ഈ മഹാന്മാരായിട്ടുള്ള ആളുകൾ ദൈവങ്ങളാണെന്ന് മനസ്സിലാക്കുന്നവരോ അല്ല. മറിച്ച് ആ മഹാന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ള മഹാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണല്ലോ. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് പോലും വിശ്വാസികളായിട്ടുള്ള മുസ്ലിമീങ്ങൾ അവർ മനസ്സിലാക്കുന്നത് അള്ളാഹുവിന്റെ അടിമയും റസൂലുമാണ് എന്നാണ്, അല്ലാതെ ദൈവമാണ് എന്നോ ദൈവപുത്രനാണ് എന്നോ അല്ല. അതുകൊണ്ട് തന്നെ മക്കത്തെ മുശ്രിക്ക് ചെയ്ത പണിയാണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് മഹാന്മാരെ അപ്രോച്ച് ചെയ്യുന്ന മുസ്ലിമീങ്ങൾക്ക് നേരെ ദുരാരോപണം ഉന്നയിക്കുന്നവർ കൃത്യമായും സത്യവിരുദ്ധമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് നടത്തുന്നത്. സത്യവുമായി അതിന് യാതൊരു ബന്ധവുമില്ല എന്ന് മനസ്സിലാക്കണം. കാരണം എന്താ? മക്കത്തെ മുശ്രിക്ക് അല്ലാഹു അല്ലാത്ത ദൈവങ്ങളെ സ്ഥാപിക്കുകയായിരുന്നു. എന്നാൽ കേരളത്തിലെ എന്നല്ല ലോകത്തുള്ള ഇസ്തിഗാസ ചെയ്യുന്ന മുസ്ലിമീങ്ങൾ അവർ അല്ലാഹു മാത്രമേ ആരാധ്യനുള്ളൂ എന്ന വിശ്വാസം രക്തത്തിലും മജ്ജയിലും മാംസത്തിലും അലിഞ്ഞു ചേർന്ന ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന ആശയം നിരന്തരം ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന, ആത്മാർത്ഥമായും അഭിമാനത്തോടെയും അതാവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ ആരോപണം പൊളിഞ്ഞിരിക്കുകയാണ്. രണ്ടാമത്തേത് എന്താണ്? രണ്ടാമത്തെ ആരോപണം മക്കത്തെ മുശ്രിക്ക് പറയണത് വയഖൂലൂന ഹൗലാഇ ശുഫാഉന ഇൻദല്ലാഹ്, ഈ ദൈവങ്ങൾ അല്ലാഹുവിങ്കൽ ഞങ്ങൾക്ക് ശുപാർശക്കാരാണ് എന്നാണ് അവർ പറയുന്നത്. നിങ്ങളും പറയണത് അതന്നെയല്ലേ എന്ന് ഇസ്തിഗാസ ചെയ്യുന്ന മുസ്ലിമീങ്ങളോട് ഇവർ ചോദിക്കുന്നു. നിങ്ങളും പറയണത് ഈ മഹാന്മാർ അല്ലാഹുവിനോട് ശുപാർശ ചെയ്ത് നമുക്ക് കാര്യങ്ങൾ നേടിത്തരും എന്ന് തന്നെയല്ലേ? അപ്പൊ മക്കത്തെ മുശ്രിക്കിന്റെ ആറ്റിറ്റ്യൂഡും നിങ്ങളുടെ ആറ്റിറ്റ്യൂഡും ഒന്ന് തന്നെയല്ലേ എന്നവർ ചോദിക്കുന്നു. അവിടെയും കൃത്യമായിട്ടുള്ള വ്യത്യാസമുണ്ട് എന്ന് നമ്മൾ ശരിയായി മനസ്സിലാക്കണം. എന്താണ്? മക്കത്തെ മുശ്രിക്ക് അല്ലാഹു അല്ലാത്ത ആളുകൾക്ക് ആരാധന ചെയ്തുകൊണ്ട് അവർ ശുപാർശ ചെയ്യുമെന്ന് വിശ്വസിച്ചു. കേരളത്തിലെ നല്ല ലോകത്തുള്ള മുസ്ലിമീങ്ങൾ ഇസ്തിഗാസ ചെയ്യുന്നവർ അല്ലാഹു അല്ലാത്ത ആരാധ്യന്മാരെ സ്ഥാപിച്ചില്ല, ശുപാർശ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. പക്ഷെ ആ ശുപാർശ ചെയ്യുമെന്ന വിശ്വാസത്തിലും രണ്ടു കൂട്ടരുടേതും വിശ്വാസം തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്, വലിയ അന്തരമുണ്ട്. എന്താണ്? നമുക്ക് നിബിധങ്ങളടക്കമുള്ള എല്ലാ മഹാന്മാരെക്കുറിച്ചും ലോകത്തുള്ള ഇസ്തിഗാസ ചെയ്യുന്ന ശരിയായ മുസ്ലിമീങ്ങൾ, സാമ്പ്രദായിക വിശ്വാസവും പാരമ്പര്യ ശൈലിയും സ്വീകരിക്കുന്ന മുസ്ലിമീങ്ങൾ, ആ മുസ്ലിമീങ്ങൾ നിബിധങ്ങൾക്കടക്കം ശുപാർശ ചെയ്യണമെങ്കിൽ അള്ളാഹു അനുവാദം നൽകിയതിനു ശേഷമേ പറ്റൂ എന്ന വിശ്വാസക്കാരാണ് നമ്മൾ. പടച്ചവൻ അനുവദിക്കാതെ ശുപാർശ ചെയ്യാൻ അവർക്ക് സാധിക്കില്ല. പക്ഷെ അല്ലാഹു തആല അവർക്ക് ശുപാർശക്ക് അനുവാദം കൊടുക്കും, അവർ ശുപാർശ ചെയ്യുകയും ചെയ്യും, ആ ശുപാർശ ഫലം ചെയ്യുകയും ചെയ്യും. അതേസമയത്ത് മക്കത്തെ മുശ്രിക്ക് ശുപാർശക്കാരെ സ്ഥാപിച്ചപ്പോൾ അവരുടെ വിശ്വാസം എന്താ?
അവരുടെ വിശ്വാസം ഒരു സപ്പോർട്ടുമില്ലാതെ അല്ലെങ്കിൽ ഒരു അനുവാദവും ഒരു പെർമിഷനുമില്ലാതെ പടച്ചവന്റെ അടുത്ത് ശുപാർശ ചെയ്ത് കാര്യങ്ങൾ നേടിത്തരുന്ന ദൈവങ്ങളാണ് ഞങ്ങൾക്കുള്ളത് എന്നാണ്. അതുകൊണ്ട് ഈ രണ്ടു കൂട്ടരും ശുപാർശക്കാരെന്ന് പറഞ്ഞു എന്നതിന്റെ പേരിൽ ഈ രണ്ട് വിഭാഗത്തെയും കൂട്ടിക്കെട്ടാൻ ശ്രമിക്കുന്ന ആളുകൾ സത്യവുമായി ഒരു ബന്ധവുമില്ലാത്ത ദുരാരോപണം മുസ്ലിമീങ്ങൾക്കെതിരെ ആരോപിക്കുകയാണ്. അങ്ങനെ ശിർക്കിന്റെ ചാപ്പ അവർക്കെതിരെ കുത്താനുള്ള വ്യഗ്രത തികച്ചും പ്രതിഷേധാർഹമായ വിധത്തിൽ കാണിക്കുകയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പൊ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർ ശുപാർശ ചെയ്യില്ലേ? അവർ ശുപാർശക്കാരല്ലേ? ശുപാർശക്കാരാണല്ലോ. ആണ്. വിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല എത്ര സ്ഥലത്ത് പറഞ്ഞു? ഉദാഹരണമായിട്ട് 2-ാം അധ്യായം സൂറത്തുൽ ബഖറയുടെ 255-ാമത്തെ ആയത്തുൽ കുർസി, അതിൽ നമുക്ക് കാണാലോ, മൻസല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി, അള്ളാഹുവിന്റെ അനുവാദമില്ലാതെ അവന്റെ അടുത്ത് ശുപാർശ ചെയ്യാൻ ആരാളുള്ളത്? ആ ചോദ്യം എന്തുകൊണ്ടാ? അനുവാദമില്ലാതെ ശുപാർശ ചെയ്യുമെന്ന വിശ്വാസം ഇവർക്കുണ്ടായിരുന്നു, അതിനെ തിരുത്തിയതാണ്. അപ്പൊ നമ്മൾ ശരിയാവണ്ണം വിശ്വസിക്കുന്നു, മഹാന്മാർ ശുപാർശ ചെയ്യും, പക്ഷെ അള്ളാഹുവിന്റെ അനുമതി വാങ്ങിയതിനു ശേഷമേ അവർക്ക് ശുപാർശ ചെയ്യാൻ പറ്റൂ. അവർക്ക് അള്ളാഹു തആല അനുമതി കൊടുക്കുമെന്ന് പടച്ചോൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വിശ്വാസം ശരിക്കും സേഫായിട്ടുള്ള വിശ്വാസമാണ്, വളരെ സുതാര്യമായ നിലപാടാണ്. എന്നാൽ മക്കത്തെ മുശ്രിക്കിന്റെ നിലപാട് തികച്ചും പ്രതിഷേധാർഹവും സത്യവിരുദ്ധവുമാണ്. ആ സത്യവിരുദ്ധ നിലപാട് സ്വീകരിച്ചവരെ പോലെയാണ് നിങ്ങളെന്ന ദുരാരോപണം നമുക്ക് നേരെ ഉന്നയിക്കുന്ന ആധുനിക തൗഹീദിസ്റ്റുകൾ എന്ന് പറയുന്ന ആളുകൾ കടുത്ത നുണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് മുസ്ലിമീങ്ങൾ ഔലിയാക്കളോട് ശുപാർശ തേടുന്നതോ ഇസ്തിഹാസ നടത്തുന്നതോ അത് അല്ലാഹു തആല അനുവദിച്ചു തന്നിട്ടുള്ള ഒരു സംഗതിയാണ് എന്നുകൂടി നമ്മൾ സിമ്പിളായി തിരിച്ചറിയണം. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരെ കുറിച്ച് അള്ളാഹു പറഞ്ഞില്ലേ സൂറത്തു മാഇദയിൽ, ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനു അല്ലദീന യുഖീമൂനസ് സ്വലാത്ത വയുഅ്തൂനസ് സക്കാത്ത വഹും റാക്കിഊൻ. അള്ളാഹുവും അവന്റെ റസൂലും യഥാർത്ഥ സത്യവിശ്വാസികളും മാത്രമാകുന്നു നിങ്ങളുടെ സഹായികളും സംരക്ഷകരും. അവരെ നിങ്ങൾ സഹായികളും സംരക്ഷകരുമായി സ്വീകരിച്ചാൽ അവർ അള്ളാഹുവിന്റെ പാർട്ടിയാണെന്നും അള്ളാഹുവിന്റെ പാർട്ടി വിജയിച്ചവരാണെന്നുമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുകൊണ്ട് അള്ളാഹു അനുവദിച്ച സംഗതിയാണ് മുസ്ലിമീങ്ങൾ ചെയ്യുന്നത്. അള്ളാഹുവും അവന്റെ പ്രവാചകന്മാരിലൂടെ കടുത്ത രൂപത്തിൽ നിരാകരിക്കാൻ നിർദ്ദേശിച്ചിട്ടുള്ള സംഗതിയാണ് മക്കത്തെ മുശ്രിക്ക് ചെയ്തത്. ഇത് രണ്ടു കൂട്ടരും ഒരുപോലെയാണെന്ന് പറയുന്നവർ തികച്ചും സത്യവിരുദ്ധമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തി മുസ്ലിമീങ്ങൾക്ക് നേരെ ദുരാരോപണങ്ങൾ ഉന്നയിക്കുകയാണ് എന്ന് തിരിച്ചറിയണം. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, ഖുൽ നബിയെ തങ്ങൾ ചോദിക്കുക, തുനബ്ബൂനല്ലാഹ ബിമാ ലാ യഅലമു ഫിസ് സമാവാതി വലാ ഫിൽ അർളി, ആകാശങ്ങളിലും ഭൂമിയിലും അള്ളാഹുവിന് അറിയാത്ത കാര്യങ്ങൾ അവന് നിങ്ങൾ അറിയിച്ചു കൊടുക്കുകയാണോ? പടച്ചോന് പങ്കാളികളുണ്ട്, ശരീക്കന്മാരുണ്ട്, ഷെയറുകാരുണ്ട്, കൂറുകാരുണ്ട് എന്ന സംഗതി അള്ളാഹ്ക്ക് അറിയില്ല. അപ്പൊ അള്ളാഹ്ക്ക് അറിയാത്ത നിങ്ങൾ അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണോ? ഒരിക്കലും നടക്കൂലല്ലോ, അത് സാധ്യമല്ലല്ലോ എന്നർത്ഥം. സുബ്ഹാനഹു, അള്ളാഹുവിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. വതആല അമ്മാ യുശ്രികൂൻ, അള്ളാഹുവിനോട് അവർ പങ്കു ചേർക്കുന്നതിനെ തൊട്ടെല്ലാം അള്ളാഹു ഉന്നതനായിരിക്കുന്നു. അഥവാ പടച്ച തമ്പുരാനോട് പങ്കാളിയാവാൻ, പടച്ചവനോട് ഷെയറാവാൻ ലോകത്തൊരു ശക്തിയും തന്നെ ഇല്ല എന്നതാണ് വസ്തുത. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, വമാ കാന അന്നാസു ഇല്ലാ ഉമ്മത്തൻ വാഹിദ, ജനങ്ങൾ ഒരൊറ്റ സമുദായം മാത്രമായിരുന്നു നേരത്തെ. ഫഖ്തലഫു, എന്നിട്ട് അവർ ഭിന്നിച്ചു. അതായത് ശിർക്ക് എന്ന് പറയുന്ന അള്ളാഹുവിന് പുറമെയുള്ള ദൈവങ്ങളെ സ്ഥാപിക്കുന്ന സംവിധാനം ഇത് പണ്ടേ മുതൽ നടക്കുന്നില്ല. ആദം നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ഒരിക്കലും തന്നെ ശിർക്കില്ല, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന ശൈലിയേ ഉള്ളൂ. അതിനുശേഷം 10 തലമുറകൾ, 10ാമത്തെ തലമുറയിലാണ് മഹാനായ നൂഹ് നബി അലൈഹി ഇസ്ലാം വരുന്നത്. നൂഹ് നബി അലൈഹി ഇസ്ലാം വരുന്ന കാലത്താണ് ബിംബാരാധന തുടങ്ങുന്നത്. അതിനു മുമ്പെന്തില്ല, ബിംബാരാധനയില്ല. അതാണ് ജനങ്ങൾ ഒറ്റ സമുദായമായിരുന്നു. ഫഖ്തലഫു, എന്നിട്ട് അവർ ഭിന്നിച്ചു. അഥവാ അതുവരെയുള്ളവരൊക്കെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവരായിരുന്നു. നൂഹ് നബിയുടെ കാലമായപ്പോൾ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്ന കുറെ ആളുകൾ ഉടലെടുത്തു. അങ്ങനെ ജനങ്ങൾക്കിടയിൽ തർക്കവും അഭിപ്രായ വ്യത്യാസങ്ങളും വന്നു. അള്ളാഹുവിന്റെ ഏകത്വം സമ്മതിക്കുന്ന തൗഹീദിന്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഭാഗത്തും, അതേപോലെ അള്ളാഹുവിന് പുറമെ മറ്റു ദൈവങ്ങളെ സ്ഥാപിച്ച് ശിർക്കിന്റെ ആശയങ്ങളുമായി നിലകൊള്ളുന്നവർ മറ്റൊരു ഭാഗത്തും എന്ന കണ്ടീഷൻ വന്നു. ആ കണ്ടീഷൻ പിന്നീട് വന്നതാണ്. അത് വന്നപ്പോൾ ഒലൗലാ കലിമത്തുൻ സബഖത്ത് മിർ റബ്ബിക, തങ്ങളുടെ നാഥനിൽ നിന്നൊരു വാക്യം മുൻകടന്നില്ലായിരുന്നുവെങ്കിൽ ലഖുലിയ ബൈനഹും, അവർക്കിടയിൽ വിധിക്കപ്പെടുമായിരുന്നു. ഫീമാ ഫീഹി യഖ്തലിഫൂൻ, അവർ അഭിപ്രായ വ്യത്യാസമായ വിഷയത്തിൽ. എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തെളിവുകളൊക്കെ നിരത്തിയതിനു ശേഷം മാത്രമേ ശിക്ഷ നൽകുകയുള്ളൂ എന്ന് അല്ലാഹു പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേപോലെ
അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് ഓരോരുത്തർക്കും ജീവിക്കാൻ ഒരു നിശ്ചിത അവധി വരെ സമയം കൊടുക്കും. അതിനുശേഷം അവർ മരിപ്പിക്കും. അവരുടെ പ്രവർത്തനങ്ങളൊക്കെ കൃത്യമായി വിശകലനം ചെയ്യുന്നത് പരലോകത്താണ് എന്ന് അല്ലാഹു തആല പ്രഖ്യാപിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ അവർ ഈ ശിർക്ക് പറയുന്ന സമയത്ത് തന്നെ അവർക്കെതിരെ അല്ലാഹു നിലപാടെടുത്തേനെ എന്ന് അല്ലാഹു തആല ഉണർത്തി. അപ്പൊ ഇപ്പൊ അവർ രക്ഷപ്പെട്ടു പോകുന്നത് അവർക്ക് പരലോകത്ത് വലിയ ദുര്യോഗങ്ങളും നാശങ്ങളും വരാനാണ് എന്ന് തിരിച്ചറിയണമെന്നർത്ഥം. വയഖൂലൂന, അവര് പറയും, ലൗലാ ഉൻസില അലൈഹി ആയത്തും മിർ റബ്ബിഹി, എന്തുകൊണ്ടാണ് മുഹമ്മദ് നബിയുടെ പേരിൽ അള്ളാഹുവിൽ നിന്നൊരു ദൃഷ്ടാന്തം അവതരിപ്പിക്കപ്പെടാത്തത്? അതായത് അവര് പറയുന്നത് പോലത്തെ ദൃഷ്ടാന്തം. നിമിതങ്ങൾക്ക് ധാരാളം ദൃഷ്ടാന്തങ്ങളും തെളിവുകളും അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ തന്നെ വല്ലാത്ത തെളിവാണ്. ജനങ്ങളെ അമ്പരപ്പിക്കുന്ന, ചിന്താശേഷിയുള്ളവരെ അമ്പരപ്പിക്കുന്ന തെളിവാണ്. അതേപോലെ ചന്ദ്രനെ പിളർത്തി കാണിച്ചിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അങ്ങനെ ധാരാളം തെളിവുകളുണ്ട്. പക്ഷെ ഇവര് പറയുന്ന തെളിവുകൾ എന്തുകൊണ്ട് അവതരിപ്പിക്കുന്നില്ല എന്നവർ ചോദിക്കുന്നു. അങ്ങനെ ചോദിച്ചാൽ അതിന് തങ്ങൾ പറയേണ്ട മറുപടി ഫഖുൽ, തങ്ങൾ പറയുക, ഇന്നമൽ ഗൈബുലില്ലാഹ്, നിശ്ചയം അദൃശ്യം അല്ലാഹുവിനുള്ളതാകുന്നു. അതുകൊണ്ട് എപ്പോഴാണ് തെളിവ് അവതരിപ്പിക്കേണ്ടത്? ആ തെളിവ് അവതരിപ്പിച്ചാൽ ജനങ്ങളുടെ നിലപാട് എന്തായിരിക്കും? ഇതൊക്കെ അല്ലാഹുവിനറിയാം. അതുകൊണ്ട് തെളിവുകൾ അവതരിപ്പിക്കേണ്ടത് അവനാണ്. ആ അവതരിപ്പിക്കുന്ന തെളിവുകൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചു തരുന്ന പണി മാത്രമാണ് ഞാൻ ചെയ്യുന്നത് എന്ന് പറയാൻ തങ്ങളോട് നിർദ്ദേശിക്കുന്നു. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഫന്തളിറു, നിങ്ങൾ പ്രതീക്ഷിക്കൂ, ഇന്നി മഅക്കും മിനൽ മുൻതളിരീൻ, ഞാനും നിങ്ങളൊപ്പം പ്രതീക്ഷിക്കുന്നവരിൽപ്പെട്ടവനാണ്. വെച്ചാൽ ഇത് അംഗീകരിക്കാൻ തയ്യാറില്ലെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങളെ കാത്തിരിക്കുന്നതെന്നും ഏതു വിധത്തിലുള്ള തിരിച്ചടികളാണ് നിങ്ങൾക്ക് വരാനിരിക്കുന്നതെന്നും നിങ്ങൾ ശരിയാവണ്ണം ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യൂ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർക്ക് താക്കീദിന്റെ സ്വരത്തിൽ പറഞ്ഞു കൊടുക്കാൻ അല്ലാഹു നിർദ്ദേശിച്ചിരിക്കുകയാണ്. സത്യം ഉൾക്കൊള്ളാൻ അല്ലാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ. ആമീൻ. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.